പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കടുത്ത അഴിമതി നടക്കുന്നതായി KB ഗണേഷ് കുമാർ MLA. 3 ഉദ്യോഗസ്ഥരാണ് അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഗണേഷ് കുമാറിന് പ്രേതബാധയാണെന്ന് ആക്ഷേപിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗണേശിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് UDF യോഗത്തിൽ ആവശ്യം. ഗണേശിൻ്റേത് ഗുരുതരമായ മുന്നണി മര്യാദ ലംഘനമാണെന്ന് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന UDF സംഘത്തിൽ നിന്നും ബാലകൃഷ്ണപിള്ളയെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഗണേശിനെ തള്ളി ബാലകൃഷ്ണപിള്ളയും രംഗത്തെത്തി. ഗണേശിൻ്റെ ആരോപണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പിള്ള ആരോപിച്ചു. ആരോപണത്തിൽ ഉറച്ചുനിന്നാൽ ഗണേശിന് പിന്തുണ നൽകുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. നിയമസഭയിൽ ഗണേഷ് കുമാർ നടത്തിയ വിവാദ അഴിമതി ആരോപണത്തിന് തൊട്ടുപിന്നാലെയാണ് മുന്നണി ഘടകകക്ഷി നേതാക്കളുടെ അടിയന്തര യോഗം നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഗണേഷിന്റെ നടപടിയെ നിശിതമായി വിമർശിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രതിനിധികളായ കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും ഗണേഷിന്റെ ആരോപണം ഗൂഢലക്ഷ്യം മുമ്പിൽ കണ്ടുള്ളതാണെന്ന് ആരോപിച്ചു. ഗുരുതരമായ മുന്നണി മര്യാദാ ലംഘനമാണ് ഗണേഷിൽ നിന്നും ഉണ്ടായതെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഇവർ പറഞ്ഞു. മുന്നണി മര്യാദ ലംഘിച്ച ഗണേശിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും നേതാക്കൾ ആവശ്യമുയർത്തി. തീരുമാനം 15-ന് ചേരുന്ന UDF യോഗത്തിൽ ചർച്ച ചെയ്യും. കേരളത്തിലെത്തുന്ന കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഘടകകക്ഷി നേതാക്കൾ നടത്താനിരുന്ന കൂടിക്കാഴ്ചയിൽ നിന്നും കേരള കോൺഗ്രസിനെ ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു. ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ യോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. KPCC പ്രസിഡന്റ് VM സുധീരൻ, ചെന്നിത്തല എന്നിവരുമായി ടെലിഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ കേരള കോൺഗ്രസിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈ വിവരം R ബാലകൃഷ്ണപിള്ളയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം UDFൽ ഗണേശിന്റെ വെളിപ്പെടുത്തലുണ്ടാക്കിയ ആഘാതം തണുപ്പിക്കാൻ ഗണേശിനെ തള്ളി R ബാലകൃഷ്ണപിള്ള തന്നെ രംഗത്തെത്തി. ഗണേശിന്റെ നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നും ഇതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. അപ്പോൾ എൻ്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇന്ന് ഉന്നയിച്ചത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതും പാർട്ടി നടപടികൾ പാർട്ടിയുടെ തീരുമാനവും പാർട്ടിയുടെ അഭിപ്രായവും ലംഘിക്കുന്നതുമാണ്. പക്ഷേ ഈ പരുവത്തിൽ അവനെ ആക്കിയെടുത്തത് ഈ നേതാക്കന്മാർ തന്നെ. ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ കൊണ്ടു നടന്ന് ഗണേഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തവർ ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുക. എന്നാൽ നിയമസഭയിൽ ആരോപണമുന്നയിച്ച ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണം വെറും ബാലിശമാണെന്നും ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള സംഘടനാശേഷി ലീഗിനുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗ് അത് അത്ര വലിയ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നില്ല. മാത്രമല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങൾ വല്ലതും വന്നാൽ അതിനെ നേരിടാനുള്ള സംഘടനാ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒക്കെ ലീഗിനുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാര ലിസ്റ്റിൽ നിന്ന് നരേന്ദ്രമോദി പുറത്തായി. ഗുജറാത്ത് വംശഹത്യയുടെ പേരിലാണ് മോദിയെ ഒഴിവാക്കിയത്. മോദിയെ ഒഴിവാക്കാനുള്ള തീരുമാനം ടൈംസ് പത്രാധിപ സമിതിയാണ് കൈക്കൊണ്ടത്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഓൺലൈൻ വോട്ടെടുപ്പിൽ നരേന്ദ്രമോദി മുൻപന്തിയിൽ എത്തിയിരുന്നു. എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ പത്രാധിപ സമിതിയെ പ്രേരിപ്പിച്ചത്? നിന്നും പ്രസിദ്ധീകരിക്കുന്ന ടൈം മാഗസിൻ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ഒരു വാർത്താ മാധ്യമമായാണ് കരുതപ്പെടുന്നത്. എല്ലാ വർഷവും അവർ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിനായുള്ള പ്രേക്ഷക വോട്ടെടുപ്പ് നടത്താറുണ്ട്. ഇപ്രാവശ്യം 223 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 50 ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്ത ഓൺലൈൻ പ്രേക്ഷക വോട്ടിംഗ് ആണ് നടത്തിയത് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിനായി. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച് 1ാം സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എത്തിയത്. ഇക്കാര്യം അവർ കഴിഞ്ഞ ഡിസംബർ 7-ന് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ടൈം മാഗസിൻ്റെ പത്രാധിപ സമിതി അംഗങ്ങൾ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും. അവർ തയ്യാറാക്കുന്ന അന്തിമ ലിസ്റ്റിൽ നിന്നാണ് 8 പേരുടെ അന്തിമ ലിസ്റ്റിൽ നിന്നാണ് പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം പ്രഖ്യാപിക്കുക. ഇന്ന് അവർ ആ യോഗം ചേർന്ന് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കി. ഈ 8 പേരുടെ അന്തിമ ലിസ്റ്റ് പുറത്തിറക്കിയതിൽ നരേന്ദ്രമോദി ഇല്ല. അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ
പൂർവ്വകാല ചരിത്രമാണ് ഇവിടെ കാരണമായി ടൈം മാഗസിൻ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിലെ വലിയൊരു വിജയവും തരംഗവും ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു. അതുവഴി പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ മോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലുണ്ടായ വംശീയ കലാപം മറക്കാറായിട്ടില്ല. മതേതരത്വമായൊരു വിശ്വാസ്യത സൃഷ്ടിക്കാൻ മോദിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ടൈം മാഗസിൻ്റെ പത്രാധിപ സമിതി അംഗങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം രണ്ടാം സ്ഥാനത്തെത്തിയ പ്രേക്ഷക വോട്ടെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഫെർഗൂസൺ പ്രതിഷേധക്കാർ, അതായത് കഴിഞ്ഞ അമേരിക്കയിലുണ്ടായ കറുത്തവർഗ്ഗക്കാരനായ ബാലനെ വെടിവെച്ച് കൊന്നതിനെ തുടർന്നുണ്ടായ പ്രതിഷേധക്കാരാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. അവരടക്കമുള്ള 8 പേർ ഈ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം പ്രഖ്യാപിക്കുക. മറ്റൊരു പ്രധാന കാര്യം, ഇപ്രാവശ്യം നടത്തിയ ഓൺലൈൻ വോട്ടിങ്ങിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 17% പേർ പങ്കെടുത്തു. 32% അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്നാണ്. അത്തരത്തിൽ വലിയൊരു പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തത്തിലൂടെയും മോഡിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പേഴ്സൺ ഓഫ് ദ ഇയർ ആയി മോഡിയെ തിരഞ്ഞെടുക്കാനാകില്ല എന്നാണ് ടൈം മാഗസിൻ പത്രാധിപ സമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഹരി, ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാര ലിസ്റ്റിൽ നിന്ന് നരേന്ദ്രമോദി പുറത്തായി. ഗുജറാത്ത് വംശഹത്യയുടെ പേരിലാണ് മോദിയെ ഒഴിവാക്കിയതെന്നാണ് പത്രാധിപ സമിതിയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദില്ലിയിൽ നിന്നും സന്തോഷ് സർലി. സംസ്ഥാനത്ത് 4 ബാറുകൾക്ക് കൂടി ലൈസൻസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 2 4 സ്റ്റാർ ഹോട്ടലുകൾക്കും 1 ഹെറിറ്റേജ് ഹോട്ടലിനും 4 സ്റ്റാറായി നിലവാരം ഉയർത്തിയ മറ്റൊരു ഹോട്ടലിനുമാണ് ലൈസൻസ് നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് അനുവദിക്കാനുള്ള മുൻ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. സദാചാര പോലീസിനെതിരായ സമരരീതി മാറ്റുന്ന കാര്യം സംഘാടകർ പരിഗണിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ചുംബന സമരം പോലുള്ള സമരരീതികൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാകില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുനിരത്തിൽ കാണിക്കുന്നത് ശരിയല്ലെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ വിവാദമായിട്ട് മാറിയിട്ടുള്ള ഒന്നാണ് ഈ ചുംബന സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമരരീതി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകൾ തന്നെ ചിന്തിക്കണം. ഈ സമരരീതി നേരത്തെ ഞാൻ പറഞ്ഞ സദാചാര പോലീസ് എതിരെ അണിനിരക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ചണിനിരത്താൻ പറ്റുന്ന ഒന്നാണോ? അല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു മുറിക്കകത്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായി റോഡിൽ വന്ന് കാട്ടിക്കൂട്ടാൻ പുറപ്പെട്ടാൽ നാടത് അംഗീകരിക്കില്ല എന്നത് നമ്മൾ ആദ്യം കാണുന്നു. അത് സദാചാര പോലീസിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. മദ്യനയം അട്ടിമറിക്കാൻ കോടതി ശ്രമിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ജനപക്ഷയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ നയം പരാജയപ്പെടുത്താൻ ഒരു ഭാഗത്ത് കോടതി വിധികളിലൂടെ പല ശ്രമങ്ങളുണ്ടാകുന്നു. ജനകീയ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച് നടപ്പിലാക്കുന്ന നയങ്ങളെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ, ദുർബലമാക്കാൻ ഭരണഘടനയുടെ ഒരു സ്ഥാപനത്തിനും അത് ശ്രമിക്കുന്നത് ഉചിതമല്ല എന്ന് നമുക്കറിയാം. ഏതായാലും ആത്യന്തികമായി ജനകീയ കോടതിയാണ് വിധി പ്രഖ്യാപിക്കേണ്ടത്. മദ്യനയം അട്ടിമറിക്കാൻ കോടതി ശ്രമിക്കുകയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ഒപ്പം ജനപക്ഷയാത്ര ഇന്ന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജനപക്ഷയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സജേഷ് ചേരുന്നു. സജേഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജനപക്ഷയാത്ര സമാപിച്ചു. സമാപന ചടങ്ങുകളാണ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. സമാപന ചടങ്ങിലാണ് മദ്യനയത്തിലെ നിലപാട് വീണ്ടും VM സുധീരൻ ആവർത്തിച്ചത്. സുധീരൻ ഇക്കാര്യത്തിൽ കോടതികൾക്കെതിരെ നിലപാട് പറയുകയായിരുന്നു. മദ്യനയത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കോടതിയെ പോലും കൂട്ടുപിടിക്കുന്നു. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഈ നിലയിൽ ജനകീയമായ ചിന്തകളെ തോൽപ്പിക്കുന്നതിന് അധികാരമില്ല. ജനകീയ കോടതികളാണ് അന്തിമമായി വിജയം നിർണ്ണയിക്കേണ്ടതെന്നാണ് സുധീരൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും ഇതിനുശേഷം പ്രസംഗിച്ചു. സാധാരണക്കാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് സുധീരന്റെ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ BJP വർഗീയ ലഹളകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെയെല്ലാം വർഗീയ ലഹളകൾ സൃഷ്ടിക്കാനാണ് BJPയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മാനസിക ഐക്യം പ്രവർത്തകർ തമ്മിൽ വേണം. മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിക്കുമ്പോൾ മാത്രം ഒരുമിച്ച് നിന്നാൽ പോരാ, മാനസിക ഐക്യം വേണമെന്നും
കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹാരി, ജനപക്ഷയാത്ര സമാപിച്ചു. തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു സജേഷ്. ചലച്ചിത്ര അക്കാദമിക്കെതിരെ PT കുഞ്ഞിമുഹമ്മദ്. ചലച്ചിത്ര അക്കാദമി ജീർണിച്ച അവസ്ഥയിലാണെന്ന് കുഞ്ഞിമുഹമ്മദ് പറഞ്ഞു. അടിമുടി പൊളിച്ചെടുത്ത് ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചലച്ചിത്ര അക്കാദമി സഞ്ചരിക്കേണ്ട പാതയിൽ നിന്ന് ബഹുദൂരം മാറി ജീർണിച്ച ഒരു സ്ഥാപനമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ ചലച്ചിത്ര അക്കാദമി മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യണം. ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വരുമാനം 77 കോടി രൂപ 25 ലക്ഷം കടന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ 10 കോടി രൂപ അധികം വരുമാനമാണ് ഇത്തവണ ലഭിച്ചത്. കാണിക്ക ഇനത്തിൽ 27 കോടി 65 ലക്ഷം രൂപയും അരവണ വിറ്റഴിച്ചതിലൂടെ 31 കോടി 33 ലക്ഷം രൂപയും അപ്പം വിറ്റഴിച്ചതിലൂടെ 5 കോടി 75 ലക്ഷം രൂപയും ലഭിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഭക്തജനങ്ങളുടെ എണ്ണത്തിലും 10% വർധന ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു.